ഇത് നമ്മൾ ഒരു കേക്കിന്റെ റെസിപ്പിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പൊ നമ്മള് കേക്കിന്റെ റെസിപ്പികളൊക്കെ ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ട്. കൂടുതലും നമ്മൾ സ്നാക്കിന്റെ റെസിപ്പികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ച് പേരായി ചോദിക്കുന്നത് കേക്കിന്റെ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കണം. മുട്ടയൊന്നും ചേർക്കാണ്ട് റവ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്കാണ് ഉണ്ടാക്കുന്നത്. മുട്ട ചേർക്കാത്ത കേക്ക് ആകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ സാധാരണ നമ്മൾ കേക്ക് ഒന്നല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ കുക്കറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിലേക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ സാധാരണ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ മൺചട്ടി ഉണ്ടല്ലോ, മൺചട്ടിയിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മൺചട്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടിയിൽ കേക്ക് ബേക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മീൻ വയ്ക്കുന്ന ചട്ടി എന്ത് ചട്ടി ആയിരുന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ തിളച്ച് കളഞ്ഞിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മൺചട്ടി ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ടാണെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട്, കുക്കറിൽ വെച്ചിട്ടാണെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. പക്ഷെ നിങ്ങളുടെ അടുത്ത് മൺചട്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടിയിൽ വെച്ചിട്ട് ചെയ്യുക. മൺചട്ടിയിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കണ പോലെ നമുക്ക് കേക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ ആ കേക്ക് നമുക്ക് അത്രയ്ക്കാണ്ട് മുരിഞ്ഞ് കിട്ടില്ല. പക്ഷെ മൺചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് ചൂട് നിൽക്കുകയും ചെയ്യും, കേക്കിൻ്റെ സൈഡും പിന്നെ മോൾ ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പം മൺചട്ടി ഇല്ലാന്ന് വെച്ചിട്ട് പേടിക്കണ്ട, മൺചട്ടി ഉണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്ന പോലെ ബേക്ക് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ ബീറ്ററോ ഒന്നും ആവശ്യമൊന്നുമില്ല. സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് ഭയങ്കര ഈസി ആയിട്ട്, വീട്ടമ്മയ്ക്ക് മാത്രമല്ല കുട്ടികൾക്കും ആർക്കും വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ മിക്സിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ പറയുക, ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അത്രയ്ക്ക് പണിയുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബട്ടറൊന്നും ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കണം. മിയാ കിച്ചണിൽ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത് ഞങ്ങൾ വെക്കേഷന് പോയ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ നേരം വെളുപ്പിനാണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് 2 ദിവസത്തെ വീഡിയോ ഇല്ലാണ്ടിരുന്നത്. പിന്നെ വേറെ വിശേഷങ്ങളേക്ക് നമുക്ക് പിന്നെ നമുക്ക് വേറെ വിശേഷങ്ങളേക്ക് നമുക്ക് വീക്കെൻഡ് വ്ളോഗിൽ ചെയ്യാം. അപ്പോൾ ഈ നമുക്ക് ഒട്ടും സമയം കളയാൻ തന്നെ നമ്മുടെ കേക്ക് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. കേക്കിൻ്റെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 250 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് ഓയിൽ. ഇപ്പോൾ ഇതിനടുത്ത് മെഷറിംഗ് കപ്പ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളവ് എടുക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെ അളവ് ആ ഗ്ലാസ്സിൽ തന്നെ എടുക്കണം. അടുത്തത് ചേർക്കേണ്ടത് തൈര്, അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര്, അതും 1/2 കപ്പ്. പിന്നെ ചേർക്കുന്നത് പാല്, അത് കാച്ചിയ പാലോ കാച്ചാത്ത പാലോ ഏത് പാലായിരുന്നാലും കുഴപ്പമില്ല, അതും 1/2 കപ്പ്. അപ്പോൾ നമ്മൾ ഓയിലും പിന്നെ തൈരും പാലും സെയിം കപ്പിൽ തന്നെ 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. ഇത് മൂന്നും കൂടിയിട്ട് ഫസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ചേർന്ന് വരണം. അപ്പോൾ നിങ്ങൾ തൈരിൽ നല്ല വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വെള്ളം കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർക്കാം. അതും 250 ml മെഷറിംഗ് കപ്പിൽ 3/4 കപ്പ് പഞ്ചസാര. പഞ്ചസാര പൊടിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ തൈര് എടുത്തിരുന്നത് 250 ml 1/2 കപ്പാട്ടാ, അതുകൊണ്ടാണ് നമ്മൾ നിറച്ചെടുത്ത് ചേർക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഞാനിവിടെ 1/4 ടേബിൾ സ്പൂണിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഇത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാരണം ഈ കേക്ക് നമ്മൾ മുട്ട ചേർക്കാണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിന് ഒരു കളർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. പക്ഷെ മഞ്ഞൾപ്പൊടി ചേർത്താലും നമ്മുടെ കേക്കിന് ആ മഞ്ഞളിൻ്റെ ആ പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, ഒരു പച്ച കുത്തുണ്ടല്ലോ അത് വരില്ല. അല്ലെങ്കിൽ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കണം. അപ്പോൾ പഞ്ചസാര ആയിരുന്നാലും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ കുറേ നേരം ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പഞ്ചസാരയ്ക്ക് നമ്മൾ പൊടിച്ചേക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ആവും. ഈ അടുത്തതിലേക്ക് ചേർക്കുന്നത് നമ്മളെടുത്തിരുന്ന 250 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് മൈദപ്പൊടിയും 1/2 ടീസ്പൂൺ, ടേബിൾ സ്പൂണിലല്ല 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. അത് മൂന്നും കൂടിയിട്ട് നമുക്ക് അരിപ്പയിൽ ഇട്ടിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരു അരിപ്പ ഇടിക്കട്ടെ. 1/2 കപ്പ് മൈദപ്പൊടി. ഇപ്പോൾ നിങ്ങൾക്ക് മൈദപ്പൊടിക്ക് പകരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പൊടിയും ചേർക്കാം. പക്ഷേ അപ്പോൾ
ചിലപ്പോൾ അങ്ങനെ തിക്കായിട്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് പാല് ചേർത്തിട്ട് ലൂസാക്കിയിട്ട് എടുക്കേണ്ടി വരും. പക്ഷേ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടി ആയിരിക്കും നല്ലത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആയിരുന്നാലും നോക്കിക്കേ വടിച്ചിട്ടുള്ള അളവാണ് എടുക്കാൻ വേണ്ടിയിട്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ സോഡാപ്പൊടിയും എല്ലാം സെയിം തന്നെയാട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഞാൻ അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് റവയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വറുക്കാത്ത റവയാണ് ചേർക്കുന്നത്. നമ്മളെടുത്തിരുന്ന 250 ml മെഷീൻ കപ്പിൽ 1 കപ്പ് റവയും പിന്നെ എക്സ്ട്രാ 2 ടേബിൾ സ്പൂണും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് റവ. നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനടുത്ത് ഇതേപോലെ ഒരു സ്പാച്ചിലി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ എങ്ങാനും നിങ്ങൾ എടുക്കുന്ന അളവിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ ബാറ്റർ ഭയങ്കര ലൂസായിട്ടാണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഞാൻ പറഞ്ഞേക്കുന്ന അളവിൽ കറക്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ റവയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസാണ് ചേർക്കുന്നത്. അത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. വാനില എസൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുക, പൈനാപ്പിൾ എസൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എസൻസ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഏലക്കായുടെ ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർക്കാം. അപ്പോൾ ഏത് എസൻസ് ആണെങ്കിലും ചേർക്കാം. 1 ടീസ്പൂൺ ചേർക്കാം. ഇപ്പോൾ എസൻസ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം 1 ടീസ്പൂൺ ചേർക്കുക. അതിൻ്റെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസൻസ് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ചേർക്കുമ്പോൾ കുറച്ച് മൈദപ്പൊടിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കുക. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയി കഴിയുമ്പോൾ ഇതെല്ലാം കൂടിയിട്ട് കേക്കിൻ്റെ അടിയിൽ പോയി കിടക്കും. ടൂട്ടി ഫ്രൂട്ടി നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ചേർത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. കുറേ നേരം ഇട്ടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. നിങ്ങളുടെ അടുത്ത് കേക്ക് ബേക്ക് ചെയ്യണ ബേക്ക് ടിൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ സ്റ്റീൽ പ്ലേറ്റിലോ ഏതിലായിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ഒഴിക്കുമ്പോൾ ആ പാത്രത്തിൽ ഒരു 1/4 ഭാഗം കൊള്ളണ പാത്രമായിരിക്കണം എടുക്കേണ്ടത്. എന്നാൽ മാത്രമായിരിക്കും നമ്മുടെ കേക്കിന് കുറച്ച് ഹൈറ്റൊക്കെ വേണമല്ലോ. അല്ലെങ്കിൽ ഭയങ്കര ഫ്ലാറ്റായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ അത്രയ്ക്ക് കാണാനും ഭംഗി ഉണ്ടാവില്ല. കേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് തിക്കായിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പാത്രം എടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമ്മൾ ബട്ടർ പേപ്പർ ഇടുമല്ലോ, ബട്ടർ പേപ്പർ ഇടുക. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കുറച്ച് ഓയിലൊന്ന് ഇതിൻ്റെ ഉള്ളിൽ തൂത്ത് കൊടുക്കുക. ഉള്ളിലും സൈഡിലേക്ക് തൂത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ മൈദപ്പൊടി ഈ പാത്രത്തിൻ്റെ അടിഭാഗത്തും പിന്നെ സൈഡിലേക്ക് ഒന്ന് ആവണം. ബാക്കി വന്നത് കൊട്ടിക്കളയണം കേട്ടോ. ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. റെഡി ആയി വഴിക്ക് തന്നെ ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്ററി ഇരിക്കണ നോക്കിക്കേ, ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. ഭയങ്കര തിക്കായിട്ട് ഇരിക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ ഒരു 1/4 ഭാഗമല്ലേ ഉള്ളത്. 1/4 ഭാഗത്തിലും കുറച്ച് കുറവുള്ളൂ, അത് കുഴപ്പമില്ല. 1/4 ഭാഗത്തിൽ കൂടരുത് കേട്ടോ. കേക്ക് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തേക്ക് പോകട്ടാ. ഇനി നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടീൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മൺചട്ടിയിലാണ് ചെയ്യുന്നത്. മൺചട്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ശരിക്കും ഓവനില്ലാത്തവർക്ക് ഓവനിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവനിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓവനില്ലാത്തവർക്ക് മൺചട്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടിയിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ശരിക്കും നമ്മൾ ആ കേക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത് എടുക്കണ പോലെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ മൺചട്ടിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ കുക്കറിൽ വെച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുമ്പോൾ കുക്കറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കില്ലേ, അതേപോലെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്.
ഈ മൺചട്ടിയുടെ ഉള്ളിലോട്ട് ഓയിലൊന്നും പാടില്ല കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് ഇടുക. ഇനി നമുക്ക് തീ ഓണാക്കാം. ഇതിൻ്റെ അടിയിലേക്ക് നമുക്കൊരു കുറച്ച് പൊക്കമുള്ള ഒരു തട്ട് വയ്ക്കണം കേട്ടോ. ഫസ്റ്റ് മൺചട്ടി നന്നായിട്ട് ചൂടാവട്ടെ. മൺചട്ടി ചൂടാക്കുമ്പോഴായിരുന്നാലും തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. കാരണം പുക വരാണ്ട് ഫസ്റ്റ് നമ്മുടെ മൺചട്ടി നന്നായിട്ട് ചൂടാവണം. അപ്പോൾ അതനുസരിച്ചിട്ട് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മൺചട്ടി നമ്മളിങ്ങനെ തൊടുമ്പോൾ നല്ല ചൂട് വരണം. അപ്പോൾ നമ്മുടെ മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് തൊടുമ്പോൾ നല്ല ചൂട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പുകയും വന്നിട്ടില്ല കേട്ടോ. ചൂടാക്കുന്ന സമയത്ത് മുടി വയ്ക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ചാൽ മതി. ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. വയ്ക്കുമ്പോൾ ഒരു കറക്റ്റ് ലെവലിൽ വയ്ക്കുക. ഈ വലിയ ബർണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. സാധാരണ ബർണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടി കുറച്ചിട്ട് വയ്ക്കുക. സാധാരണ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വയ്ക്കണ അത്രയ്ക്ക് ചൂടിൽ വയ്ക്കണ്ട കേട്ടോ. അതിലും കുറച്ചും കൂടി ചൂട് കുറച്ച് വയ്ക്കുക. അല്ലെങ്കിൽ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകട്ടോ. ഞാൻ എൻ്റെ ഫ്ലെയിം നിങ്ങളെ കാണിക്കാം. അത്രയ്ക്ക് ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്ക് നിങ്ങളൊന്ന് തുറന്ന് നോക്കണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുക വരണുണ്ടോയെന്ന്. ഒട്ടും പുക വരരുത് കേട്ടോ. ഞാൻ ഫ്ലെയിം വെച്ചേക്കണം നോക്കിക്കേ. എൻ്റെ വലിയ ബർണറാണ്. തീ നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഇത്രയ്ക്ക് തീയിൽ വെച്ചാൽ മതി കേട്ടോ. തീ ഒട്ടും കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് 1.25 മണിക്കൂറായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാനും തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം 2 പ്രാവശ്യമൊക്കെ തുറന്ന് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം മൺചട്ടിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുക വരണുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ തുറന്ന് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും പുക വന്നിട്ടുണ്ടായിരുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കേക്കിന് പുകച്ചൊക്കെ വരും. അപ്പോൾ അതനുസരിച്ചിട്ട് തീ കുറച്ച് വെക്കണം. അപ്പോൾ നമുക്ക് കേക്ക് റെഡി ആയി നോക്കാം. റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി റെഡി ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കില്ല. അങ്ങനെ കുത്തി നോക്കാം. ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ ആയിരുന്നാലും നോക്കിക്കേ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഓവനിൽ വെച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കില്ലേ, അതേപോലെ നമുക്ക് കിട്ടും. ഈ കേക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൺചട്ടിയിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ കേക്ക് നമുക്ക് കട്ട് ചെയ്യാം. കേക്കിൻ്റെ അടിഭാഗമായിരുന്നാലും നോക്കിക്കേ ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. അടിഭാഗമായിരുന്നാലും നമുക്ക് നന്നായിട്ട് മരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ചൂടറിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകും. ഇത് ചൂടാറിയിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടിയും ചൂടാറാനുണ്ട്. നന്നായിട്ട് ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളേക്ക് കട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പൊടിഞ്ഞു പോകാണ്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കേക്കിൻ്റെ ഉൾഭാഗം നോക്കിക്കേ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വെന്തിട്ടുണ്ട്. കേക്ക് വെന്തില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് എടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ കേക്കിൻ്റെ ഈ നടുഭാഗം ഉണ്ടല്ലോ അങ്ങോട്ട് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകും. അത് കേക്ക് ശരിക്കും ഉൾഭാഗം ശരിക്കും വേവാത്തതുകൊണ്ട് കേട്ടോ അങ്ങനെ വരണത്. എന്ത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന കേക്കാന്ന് നോക്കി. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്കാണ്. അപ്പോൾ കേക്ക് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് പറയും. റവ കേക്ക് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു തരിതരിപ്പുണ്ട്. പിന്നെ ഉള്ളിലാണെങ്കിലും ഒട്ടും ഡ്രൈ ആയില്ല കേട്ടോ. ഡ്രൈ ആയിട്ടില്ല. നല്ലൊരു എന്താ പറയുക, നല്ലൊരു മോയ്സ്ചറിങ് ഉണ്ട് കേക്കിന്. ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് ആ കേക്ക് ഞാൻ കട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ. നല്ല രസമുണ്ട്. നല്ല എന്താ പറയുക, ഉള്ളിൽ ഇങ്ങനെ ഡ്രൈ ആവാണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെറ്റായിട്ടിരിക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ. നല്ലൊരു മോയ്സ്ചറായിട്ടുള്ള മോയ്സ്ചറിങ്ങിലിരിക്കുന്ന ഒരു കേക്ക്. അതേപോലത്തെ കേക്കാണ്. ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ്. മധുരമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. പിന്നെ തീ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ഒട്ടും പുകച്ചൊക്കെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഈ സാധനങ്ങളൊക്കെ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള കേക്കാണ്. നല്ല അടിപൊളി കേക്കാണ്. ഒരുപാട് മധുരമൊന്നുമില്ല.